വേൾഡ് കപ്പ് ഗ്രൂപ്പ് ഫീച്ചേഴ്സ് വന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഒരു ലൈവിൽ. അന്നത്തെ ആ ഒരു ഫീച്ചേഴ്സിന്റെ ലൈവ് നമ്മൾ ചെയ്തിരുന്നു. അതിൽ പറഞ്ഞിരുന്നതാണ് ഈ ഒരു ഗ്രൂപ്പ് സ്റ്റേജിലെ ഏറ്റവും ബെസ്റ്റ് മത്സരങ്ങളിൽ ഒന്നാണ് കൊളംബിയയും പോർച്ചുഗലും തമ്മിലുള്ള മത്സരം. നാഷൻസ് ലീഗ് വിന്നേഴ്സ് ആയിട്ടുള്ള പോർച്ചുഗലും അതുപോലെ തന്നെ കോപ്പ അമേരിക്ക റണ്ണേഴ്സ് ആയിട്ടുള്ള കൊളംബിയയും തമ്മിലുള്ള മത്സരം. എന്നാൽ അന്ന് ഞാൻ പറഞ്ഞതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആണ് നിലവിലെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഈ മത്സരം ജയിക്കുന്ന ടീമിന് ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്താകാം. ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്തായി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട്, അതായത് റൗണ്ട് ഓഫ് 32-ലും റൗണ്ട് ഓഫ് 15-ലും ഒക്കെ കിട്ടുന്ന എതിരാളികൾ എന്ന് പറയുന്നത് ചെറിയ ടീമുകളാകും. അപ്പോൾ അത് കുറച്ചുകൂടെ ഈസി ആയിരിക്കും മുന്നോട്ട് പോവുക എന്ന പരിപാടിക്ക് എന്നത്. അതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പോർച്ചുഗൽ കൊളംബിയ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോർച്ചുഗലിൻ്റെ അവരുടെ ഗ്രൂപ്പിലെ അവസാന മത്സരം നടക്കുന്നത് 28-ാം തീയതി ഇന്ത്യൻ സമയം 5 AM പുലർച്ചെ 5 മണിക്ക്. അപ്പോൾ ഈ ഒരു മത്സരത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ പോർച്ചുഗൽ കൊളംബിയ മത്സരം ചരിത്രത്തിൽ ഇതുവരെ നടന്നിട്ടില്ല എന്നതാണ് റിയാലിറ്റി. ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറേ തപ്പി നോക്കി. അതിൽ ചില മീഡിയാസൊക്കെ 2014-ൽ ഇതുപോലൊരു മത്സരം നടന്നതായിട്ട് പറയുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഒരു മത്സരം നടന്നിട്ടില്ല എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിലും ഞാൻ ഒരു 80% മുകളിൽ ഉറപ്പിച്ച് പറയുകയാണ്, ഈ രണ്ട് ടീമുകൾ നേർക്കുനേർ ഇതുവരെ വന്നിട്ടില്ല എന്നത്. കാരണം വലിയ മീഡിയാസ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രൂപ്പിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാം. ഗ്രൂപ്പ് കെ ആ ഒരു ഫിക്ചേഴ്സ് വന്ന സമയത്ത് നമ്മൾ ലൈവിൽ തന്നെ പറഞ്ഞിരുന്ന ഒരു സംഭവമായിരുന്നു കൊളംബിയ പോർച്ചുഗൽ മത്സരം. പക്ഷെ അത് ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയി മാറുമെന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇപ്പോൾ പോർച്ചുഗൽ അവരുടെ ആദ്യത്തെ 2 മത്സരം ജയിക്കും, കൊളംബിയ അവരുടെ ആദ്യത്തെ 2 മത്സരങ്ങളിൽ ജയിക്കും. അതിനുശേഷം പോർച്ചുഗൽ കൊളംബിയ മത്സരം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മത്സരമാകും എന്നതായിരുന്നു ഞാൻ പ്രെഡിക്റ്റ് ചെയ്തിരുന്നൊരു സംഭവം. പക്ഷേ ഇവിടെ കുറച്ചുകൂടെ മാറി സംഭവിച്ചു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം കൊളംബിയ അവരുടെ ആദ്യത്തെ 2 മത്സരം ജയിച്ചു. എന്നാൽ പോർച്ചുഗൽ അവരുടെ ആദ്യത്തെ 2 മത്സരത്തിൽ ഒരു സമനിലയും ഒരു വിജയവുമാണ് സ്വന്തമാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ 2ാം സ്ഥാനത്താണ്. 4 പോയിന്റാണ് പോർച്ചുഗലിനുള്ളത്, കൊളംബിയയ്ക്കുള്ളത് 6 പോയിന്റാണ്. ഗ്രൂപ്പിലേക്ക് വരികയാണെങ്കിൽ 1ാം സ്ഥാനത്ത് കൊളംബിയ 2 കളിയിൽ നിന്ന് 6 പോയിന്റ്, ഗോൾ ഡിഫറൻസ് +3 ആണ്. പോർച്ചുഗൽ 2ാം സ്ഥാനത്ത് 2 കളിയിൽ നിന്ന് 4 പോയിന്റ്, ഗോൾ ഡിഫറൻസ് +5 ആണ്. കഴിഞ്ഞ കളിയിൽ അവർ 5 ഗോളിന്റെ ഒരു തകർപ്പൻ ജയം സ്വന്തമാക്കിയത് പോർച്ചുഗലിനെ സംബന്ധിച്ച് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. 3ാം സ്ഥാനത്ത് കോങ്കോ 2 കളിയിൽ നിന്ന് -1 ആണ് ഗോൾ ഡിഫറൻസ്, 1 പോയിന്റ് അവർ സ്വന്തമാക്കി. പോർച്ചുഗലിനെ അവർ സമനിലയിൽ പൂട്ടി. അവരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നാണ് ഈ ഒരു പോർച്ചുഗലിനെ സമനിലയിൽ പിടിച്ചത്. അതിനുശേഷം ഉസ്ബെക്കിസ്ഥാൻ എല്ലാ ടീമിൻ്റെ കയ്യിൽ നിന്ന് വാരിക്കൂട്ടി 7 ഗോളുകൾ വാങ്ങിയിട്ടുണ്ട് ഉസ്ബെക്കിസ്ഥാൻ ഇതുവരെ. അങ്ങനെ 2 കളിയിൽ 7 ഗോളുകൾ വാങ്ങിയ ഉസ്ബെക്കിസ്ഥാൻ ഇതുവരെ ഒരു പോയിന്റ് പോലും നേടിയിട്ടുമില്ല. അവർ പുറത്തായി കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് കൊളംബിയ പോർച്ചുഗൽ മത്സരവും അതുപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാൻ കോങ്കോ മത്സരവുമാണ് നടക്കുന്നത്. ഇനി ഈ ഉസ്ബെക്കിസ്ഥാൻ കോങ്കോ മത്സരത്തിന്റെ റിസൾട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു കോങ്കോ ജയിക്കുകയാണ്, ഉസ്ബെക്കിസ്ഥാൻ ജയിച്ചാൽ ഒന്നും നോക്കാനില്ല. കോങ്കോ ജയിക്കുകയാണെങ്കിൽ കോങ്കോയ്ക്ക് 4 പോയിന്റ് ആകും. പോർച്ചുഗലിനെ സംബന്ധിച്ച് പോർച്ചുഗലിനുള്ളത് 4 പോയിന്റാണ്. കോങ്കോ ജയിച്ചു കഴിഞ്ഞാൽ പോർച്ചുഗലിന് മുകളിലേക്ക് കോങ്കോയ്ക്ക് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു ഗോൾ ഡിഫറൻസ്. കഴിഞ്ഞ കളിയിൽ 5 ഗോളിന് പോർച്ചുഗൽ ജയിച്ചത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് എന്നത്. കാരണം പോർച്ചുഗലിന്റെ റിസൾട്ട് നോക്കേണ്ട ആവശ്യമില്ല. കോങ്കോയെ സംബന്ധിച്ച് ഉസ്ബെക്കിസ്ഥാനെ വലിയ സ്കോർ മാർജിനെ തോൽപ്പിച്ചാൽ മാത്രമേ അവർക്ക് പോയിന്റ് ടേബിളിൽ 2ാം സ്ഥാനത്തേക്ക് വരാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ 3ാം സ്ഥാനത്ത് അവർക്ക് നിൽക്കേണ്ടി വരും. 3ാം സ്ഥാനത്ത് നിന്നാലും ഒരു പക്ഷേ അവർക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാനും കഴിഞ്ഞേക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മത്സരത്തിലേക്ക് വരാം, പോർച്ചുഗൽ കൊളംബിയ മത്സരത്തിലേക്ക് വരാം. അപ്പോൾ പോർച്ചുഗൽ കൊളംബിയ മത്സരത്തെക്കുറിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് പോർച്ചുഗലിന്റെ ഫിഫ റാങ്കിങ് 5ാമതും കൊളംബിയയുടെ ഫിഫ റാങ്കിങ് 13ാം സ്ഥാനത്തുമാണ്. പോർച്ചുഗലിന്റെ ഗ്രൂപ്പായിട്ടുള്ള കെയിൽ ഏറ്റവും ശക്തരായിട്ടുള്ള എതിരാളികൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊളംബിയാണ്. നോ ഡൗട്ടായിട്ട് നമുക്കത് പറയാൻ കഴിയും. ഇനി നമ്മൾ നോക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പോർച്ചുഗലിന്റെ റെക്കോർഡുകൾ. പോർച്ചുഗലിന്റെ ലാറ്റിൻ അമേരിക്കൻ ടീമുകൾക്കെതിരെയുള്ള റെക്കോർഡുകൾ വളരെ വളരെ പൂവറാണ്. 42 മത്സരങ്ങളാണ് ഇതുവരെ പോർച്ചുഗൽ ലാറ്റിൻ അമേരിക്കൻ ടീമുകൾക്കെതിരെ, അതായത് സൗത്ത് അമേരിക്കൻ ടീമുകൾക്കെതിരെ കളിച്ചിട്ടുള്ളത്. അതിൽ 13 മത്സരങ്ങൾ പോർച്ചുഗൽ ജയിച്ചപ്പോൾ 21 മത്സരം പോർച്ചുഗൽ പരാജയപ്പെട്ടു. സമനിലയായത് 8 മത്സരങ്ങളാണ്. അതായത് പെർസെൻറ്റേജിൽ നോക്കുകയാണെങ്കിൽ പോർച്ചുഗൽ ലാറ്റിൻ അമേരിക്കൻ ടീം, സൗത്ത് അമേരിക്കൻ ടീമുകളോട് കളിച്ച പകുതി മത്സരം 50% മത്സരങ്ങളും പോർച്ചുഗൽ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. ആകെ ജയിച്ചത് 30% മത്സരങ്ങളിൽ മാത്രമാണ്. 19%-ഓളം മത്സരങ്ങൾ സമനിലയും ആയിട്ടുണ്ട് എന്നതാണ് കണക്കുകളെല്ലാം പോർച്ചുഗലിനെതിരാണ്. പക്ഷേ
അന്നത്തെ പോർച്ചുഗലല്ല, ഇന്നത്തെ പോർച്ചുഗൽ. അതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് ലാറ്റിൻ അമേരിക്കൻ ടീമുകൾക്കെതിരെ പോർച്ചുഗൽ കളിച്ച മത്സരങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഒഫീഷ്യലി വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ വേൾഡ് കപ്പിൽ പോർച്ചുഗൽ ഉറുഗ്വേക്കെതിരെ കളിച്ചിരുന്നു. എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പോർച്ചുഗൽ ഉറുഗ്വെ പരാജയപ്പെടുത്തിക്കൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് പോയിരുന്നു. അതിന് മുമ്പത്തെ വേൾഡ് കപ്പിൽ പോർച്ചുഗൽ 1-2 ഗോളുകൾക്ക് ഉറുഗ്വയോട് പരാജയപ്പെട്ടായിരുന്നു വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായിരുന്നത്. അപ്പോൾ അങ്ങനത്തെ 2 കണക്കുകൾ വേൾഡ് കപ്പിലുണ്ട്. അത് ഉറുഗ്വയാണ്, ഇത് കൊളംബിയാണ് എന്നുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ രണ്ടും ലാറ്റിൻ അമേരിക്കൻ ടീമുകളാണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ റീസെന്റ് ഡേയ്സിൽ നോക്കുകയാണെങ്കിൽ ചിലിക്കെതിരെ ഈ ഒരു വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് നടന്ന സൗഹൃദ മത്സരങ്ങൾ വാമപ്പ് മാച്ചിൽ ചിലിക്കെതിരെ കളിച്ചിട്ടുണ്ടായിരുന്നു. 1-2 ഗോളുകൾക്ക് അന്ന് പോർച്ചുഗൽ ജയിച്ചിരുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ചിലി എന്ന് പറയുന്ന ഈ ഒരു ലാറ്റിൻ അമേരിക്കൻ ടീം വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ആകെ 2 കളിയാണ് ജയിച്ചിട്ടുള്ളത്. 18 കളികൾ ആണ് ഈ ഒരു ലാറ്റിൻ അമേരിക്കയിൽ, അതായത് സൗത്ത് അമേരിക്കയിൽ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ ഒരു ടീം കളിക്കേണ്ടത് 18 മത്സരങ്ങളാണ്. ആ 18 മത്സരങ്ങളിൽ വെറും 2 മത്സരങ്ങൾ മാത്രം ജയിച്ച് മൊത്തം 10 ടീമുകളാണ് ലാറ്റിൻ അമേരിക്കയിലുള്ളത്. അതിൽ 10ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ടീമാണ് ചിലി. അവർക്കെതിരെ ഒരു ഫ്രണ്ട്ലി മാച്ചാണ് കളിച്ചത്. പക്ഷേ ചിലിയെ സംബന്ധിച്ച് അവർക്ക് ഫ്രണ്ട്ലി മാച്ച്, അതുപോലെ തന്നെ ഈ ഒഫീഷ്യൽ മാച്ച് അങ്ങനെയൊന്നുമില്ല. ഏത് മാച്ചിലും അവർ അഗ്രസീവായിട്ട് കളിക്കും. ആ മാച്ച് നമ്മൾ കണ്ടതാണ്. ലാറ്റിൻ അമേരിക്കൻ തിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പരിപാടി അവരിപ്പോൾ അങ്ങനെ അഗ്രസീവായിട്ട് കളിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതാണ് അവസാനമായിട്ട് ഒരു ലാറ്റിൻ അമേരിക്കൻ ടീമിനോട് ഈ ഒരു പോർച്ചുഗൽ കളിച്ചിട്ടുള്ള ഒരു മത്സരം എന്ന് പറയുന്നത്. അപ്പോൾ ആ മത്സരം ജയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാറ്റിൻ അമേരിക്കൻ ടീമിനോട് എതിരെ പോർച്ചുഗലിന് അത്ര മികച്ച സ്റ്റാറ്റ്സ് അല്ല ഉള്ളത് എന്നത് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. എന്ന് വെച്ച് പോർച്ചുഗൽ കൊളംബിയയോട് പരാജയപ്പെടുമെന്നോ സമനിലാകുമെന്നല്ല ഞാൻ പറയുന്നത്. അവരുടെ റെക്കോർഡ് മോശമാണ് എന്ന് മാത്രമേ ഉള്ളൂ. മത്സരമാണ്, 90 മിനിറ്റ് ആണ്. ആര് മികച്ച പെർഫോമൻസ് നടത്തുന്നു അവർ ജയിക്കും, അത്രേ ഉള്ളൂ. ആദ്യത്തെ മത്സരം സമനിലയായി. രണ്ടാമത്തെ മത്സരത്തിൽ ശക്തമായിട്ട് പോർച്ചുഗൽ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗ്രൂപ്പിലെ ഏറ്റവും വീക്കായിട്ടുള്ള ടീമായിരുന്നു ഉസ്ബെക്കിസ്ഥാൻ. അവർക്കെതിരെയാണ് പോർച്ചുഗൽ അത്രയും മികച്ചൊരു പെർഫോമൻസ് നടത്തിയിട്ടുള്ളത്. ഉസ്ബെക്കിസ്ഥാൻ ഒരു പടി മുകളിൽ നിൽക്കുന്ന ടീമാണ് കോങ്കോ. അവരുമായിട്ട് പോർച്ചുഗൽ നല്ലൊരു പെർഫോമൻസ് നടത്താൻ കഴിഞ്ഞില്ല. നന്നായിട്ട് ഡിഫെൻഡിങ് കോങ്കോ ചെയ്തിരുന്നു. ഈ ഒരു കൊളംബിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ നന്നായിട്ട് ഡിഫെൻഡിങ് ചെയ്യാൻ പറ്റുന്ന ടീമാണ് കൊളംബിയ. എന്നാൽ കിട്ടുന്ന അവസരങ്ങൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും പറ്റുന്ന ടീമാണ് കൊളംബിയ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും കൊളംബിയ എന്ന് പറയുന്ന ടീമിനെ എഴുതിത്തള്ളാൻ പറ്റത്തില്ല. പോർച്ചുഗലിനെ സംബന്ധിച്ച് വളരെ ടഫായിട്ടുള്ളൊരു ഗെയിം, വളരെ ടഫായിട്ടുള്ളൊരു ഗെയിമാണ് ഈ ഒരു പോർച്ചുഗൽ കൊളംബിയ മത്സരം എന്ന് പറയുന്നത്. ഗ്രൂപ്പിൽ 1ാം സ്ഥാനക്കാരായി കഴിഞ്ഞാൽ പോർച്ചുഗലിനെ സംബന്ധിച്ച് ചെറിയ ടീമുകൾക്കെതിരെ കളിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. എന്നാൽ അതേസമയം 2ാം സ്ഥാനത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇംഗ്ലണ്ട്, സ്പെയിൻ, ഫ്രാൻസ് പോലുള്ള ടീമുകളായിരിക്കും പിന്നെ അങ്ങോട്ടുള്ള അടുത്ത റൗണ്ടുകളിൽ പോർച്ചുഗലിന്റെ എതിരാളികളായിട്ട് വരിക. അത് ഭയങ്കര ടഫാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യണം. ഈ മത്സരം മസ്റ്റ് വിൻ ആണ്. സമനില പോലും 1ാം സ്ഥാനത്തേക്ക് എത്തിക്കത്തില്ല, വിജയിച്ചേ പറ്റൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് പോർച്ചുഗലിന് കറന്റ് ഉള്ളത്. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ പോർച്ചുഗൽ എന്തൊക്കെ മാറ്റങ്ങൾ അവരുടെ 11 വരുത്താൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച അതേ 11 മാറ്റങ്ങളൊന്നും ഇല്ലാതെ പോർച്ചുഗൽ ഇറങ്ങാനുള്ള സാധ്യത ഞാൻ കാണുന്നു. പിന്നെ ആകെ ഒരു മാറ്റം വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് നമുക്കത് പറയാം. അപ്പോൾ ആദ്യം ഗോൾ കീപ്പർ ഡിയാഗോ കോസ്റ്റ തന്നെയായിരിക്കും കീപ്പർ. ലെഫ്റ്റ് ബാക്ക്, റൈറ്റ് ബാക്ക് പൊസിഷനിൽ ന്യൂനോ മെൻഡസും ജോ ക്യാൻസലും ആയിരിക്കും കളിക്കുക. അവിടെ മാറ്റങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. ഡിഫൻസിൽ കഴിഞ്ഞ മത്സരത്തിൽ അത്യാവശ്യം നന്നായിട്ട് ഡിഫെൻഡിങ് ചെയ്ത റൂബൻ ഡയസും വേഗയായിരിക്കും ആ ഒരു ഡിഫെൻസീവായിട്ട് കളിക്കുക. പിന്നെ ഒരു മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ അവിടെ ജോ നെവസും അതുപോലെ തന്നെ വിറ്റിഞ്ഞയും കാണും. പിന്നെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡായിട്ട് ബ്രൂണോ ഫെർണാണ്ടസും കാണും. ലെഫ്റ്റ് റൈറ്റ് വിങ്ങുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ റൈറ്റ് വിങ്ങിൽ പെഡ്രോ നെറ്റയെ കളിപ്പിക്കാനുള്ള സാധ്യത ആണ് ഞാൻ കാണുന്നത്. കഴിഞ്ഞ മാച്ചിൽ അത്യാവശ്യം നന്നായിട്ട് കളിച്ചിരുന്നു. ലെഫ്റ്റിൽ ജാവോ ഫിലിക്സ് കഴിഞ്ഞ മാച്ചിൽ അത്ര മികച്ചൊരു പെർഫോമൻസ് നടത്തിയിരുന്നില്ല. എന്നാലും ആളെ കളിപ്പിക്കാനുള്ള സാധ്യത കാണുന്നു. ചില സമയങ്ങളിൽ ഒരു പക്ഷേ ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ റാഫേൽ ലിയോയെ കളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ മത്സരത്തിൽ അവസാനം സബ്ബായിട്ട് എത്തിയ ഒരു ഗോളൊക്കെ ആൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചിലപ്പോൾ അവിടെ ആളെ കളിപ്പിച്ചേക്കാം. അല്ലെങ്കിൽ ഈ ഒരു 11 തന്നെ ആയിരിക്കും. സെന്റർ ഫോർവേഡ് റൊണാൾഡോ അല്ലാതെ മറ്റാര്. അപ്പോൾ റൊണാൾഡോ മാത്രമായിരിക്കും അവിടെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ആളെ തന്നെ ആയിരിക്കും കളിപ്പിക്കുക, മാറ്റമൊന്നുമില്ല. മറുഭാഗത്ത് അറിയാലോ ആരൊക്കെയാണ് അവിടുത്തെ മികച്ച താരങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ണും പൂട്ടി പറയാൻ പറ്റുന്ന 2 താരങ്ങളുണ്ട്. ഒന്നാമത്തേത് അവരുടെ ഒരു സ്റ്റാർ, ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള ജെയിംസ് റോഡ്രിഗസ്. ആള് കഴിഞ്ഞ കോപ്പയിലൊക്കെ കിടിലൻ കളി കളിച്ചിരുന്നു. എന്നാൽ ഇവിടെ വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ അത്ര മികച്ച രീതിയിലേക്ക് ആൾക്ക് ഉയർന്നു വരാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ആള് ഡേഞ്ചറസ് ആണ്, നോ ഡൗട്ട്. പിന്നെ ഉള്ളത് ഈ ഒരു ബയറിന് വേണ്ടി കളിക്കുന്ന ലൂയിസ് ഡയസ്. ആള് കിടിലൻ ഫോമിലാണ് നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുടെ ഒരു പെർഫോമൻസ് നമുക്ക് വേൾഡ് കപ്പിലും കാണാൻ കഴിയുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു രണ്ട് പേരാണ് ഒരു ബിഗ് നെയിം എന്ന് പറയുന്നത്. അത് മാത്രമല്ല പല താരങ്ങളും ആ ഒരു കൊളംബിയൻ ടീമിൽ നിന്ന് പല താരങ്ങളും യൂറോപ്പിലെ പല പ്രമുഖ ടീമുകളിലും കളിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ കൊളംബിയ ഒരു ഒന്നൊന്നര ടീമാണ്. പോർച്ചുഗലിനെ സംബന്ധിച്ച് കാര്യങ്ങൾ അത്ര ഈസി ആയിരിക്കത്തില്ല. എന്നാലും എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത് പോർച്ചുഗൽ ജയിക്കും. പോർച്ചുഗൽ ഒരു ചെറിയ മാർജിനിൽ ജയിക്കും എന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. വലിയ മാർജിനൊന്നും ആയിരിക്കത്തില്ല. ഒരു ഗോൾ, അല്ലെങ്കിൽ 1-2, അല്ലെങ്കിൽ ഒരു 2-3, അങ്ങനത്തെ ഒരു സിംഗിൾ ഗോൾ മാർജിൻ, അല്ലെങ്കിൽ ഒരു 2 ഗോൾ മാർജിൻ്റെ ഒരു വിജയം പോർച്ചുഗൽ സ്വന്തമാക്കിയിട്ട് പോർച്ചുഗൽ അടുത്ത റൗണ്ടിൽ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനക്കാരായിട്ട് അടുത്ത റൗണ്ടിലേക്ക് പോകുമെന്നതാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. 2ാം സ്ഥാനത്ത് കൊളംബിയ ആയിരിക്കും. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെയാണെങ്കിലും അത് കമൻറ്റിൽ പറയുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുഡ് സ്റ്റാർ.